ഓതോസീബയുടെ ഒരു പ്രവീണായി വായിച്ചിട്ട് വെല്ലും ശത്രുക്കളെ നിന്നാലെന്നുള്ള കുക്കിലി ഒരു ചൊല്ലി അതിന് ശേഷം ഈ തിരി കൊടുത്തി പരിശുദ്ധൻ 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 പരിശുദ്ധരുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേലും പ്രത്യേകിച്ച് നാം വിളക്ക് കൊളുത്തി അയക്കുന്ന ഈ ഇടവകയുടെ മേലും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഒരു ഡോട്ടർ പാരിഷ് കൂദാശ ചെയ്യപ്പെടുന്നതായ അനർഘ നിമിഷങ്ങളുടെ ഉദ്ഘാടനമാണ് നാം ഈ അവസരം ഈ നിമിഷങ്ങളിൽ ദർശിച്ചത്. ഈ ഇടവകയുടെയും ഈ ഡയോസിസിൻ്റെയും ഒരു പ്രാരംഭ പ്രവർത്തനം എന്ന നിലയിൽ വികാരനിർഭരമായ ഒരു നിമിഷം ആണ് ഈ അവസരത്തിൽ എനിക്ക് കാണുവാൻ സാധിച്ചത്. അമേരിക്കയിലെ ആദ്യത്തെ ഇടവക എന്നുള്ള നിലയിൽ ഏതാണ്ട് 50 വർഷം മുമ്പ് മൻഹാറ്റനിൽ സ്ഥാപിക്കപ്പെട്ട ബസേലിയോസ് മാത്യൂസ് ദിദിയൻ ബാവ ആരംഭിച്ചതായ ഒരു പ്രയർ ഗ്രൂപ്പാണ് ഈ സെൻറ് തോമസ് ഇടവക എന്ന് പറയുന്നത്. ന്യൂയോർക്കിലെ ഏക ദൈവാലയം. അതിനൊരു മാതൃത്വം അംഗീകരിക്കപ്പെട്ട ഈ ഡോട്ടർ പാരിഷ് ഇത് ചരിത്രം സൃഷ്ടിച്ച ദിവസമാണ്. ബഹുമാനപ്പെട്ട തോമസ് കുട്ടിയാച്ചനെ നേരിട്ട് കണ്ടപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് ഈ ഇടവയ്ക്ക് വേണ്ടി അധ്വാനിച്ച സമയങ്ങളൊക്കെ ചിന്തിക്കുകയായിരുന്നു. ക്രിസ്മസ് കാലം വരികയാണ്. ഞങ്ങൾ ഒന്നിച്ച് ക്രിസ്മസിന്
വർഷങ്ങളോളം ഈ കൊടുന്തണുപ്പിൽ ഇടവകയുടെ പുരോഗതിക്ക് വേണ്ടി ഭവനങ്ങൾ കയറി ഇറങ്ങിയിട്ടുള്ള അവസരങ്ങൾ ഞങ്ങൾ സ്മരിക്കുകയായിരുന്നു. ചരിത്രം സൃഷ്ടിച്ച ഒരു ദിവസമാണ്. വലിയൊരു പ്രസംഗത്തിനായല്ല ഞാനിവിടെ നിൽക്കുന്നത്. ഞങ്ങളെയൊക്കെ രോമാഞ്ചമണിയിച്ച ദിവസമാണ്. എനിക്ക് ഇടവകയോട് പ്രത്യേകം നന്ദിയും സന്തോഷവുമാണ് ഈ അവസരം അറിയിക്കുവാനുള്ളത്. അവിടെ ഇവിടെയൊക്കെ ഇത് മാതൃഇടവക എന്ന പ്രസംഗങ്ങളിലൂടെ കേട്ടിട്ടുണ്ട്. പക്ഷെങ്കിൽ പ്രവൃത്തിയിൽ നിങ്ങൾ ഈ ഇടവകയെ ആദരിച്ചതിന് ഇടവകയുടെ വൈദികർ എന്നുള്ള നിലയിൽ തോമസ് കുട്ടി അച്ഛനോടും ഗീവർഗീസ് ഡാനിയൽ അച്ഛനോടുമുള്ള നന്ദിയും ഇടവക്കാരായ നിങ്ങളോടുള്ള ഞങ്ങളുടെ സന്തോഷവും ഈ അവസരം ഞാൻ അറിയിക്കുകയാണ്. ഈ സ്നേഹബന്ധം നമുക്ക് എന്നും തുടരേണ്ടതാണ്. ജീവിതത്തിൽ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. വന്ന വഴികളും നടന്നതായ പാതകളും മനുഷ്യർ നിമിഷ നേരം കൊണ്ട് മറന്നു പോകുന്ന ഒരു ലോകമാണ്. ഇതിൻ്റെ ഒറിജിൻ വാല്യൂസ് നിങ്ങൾ നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിച്ചതിന് ഇടവക്കാരെ ഞങ്ങൾ പ്രത്യേകം അഭിനന്ദിക്കുന്നു. നമ്മെ ഏവരെയും ദൈവം വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. വന്നിയ നീലാംഗൻ കോർപ്പസ്കോപ്പ, ബഹുമാനപ്പെട്ട തോമസ് കുട്ടി അച്ഛൻ, ഈ ഇടവകയുടെ ഭരണസാരഥികൾ, മെമ്പേഴ്സ് ഓഫ് സെൻറ് തോമസ് ഓർത്തഡോക്സ്, അമേരിക്കയിൽ ആദ്യമായിട്ടാണ് ഒരു ദീപശിഖ പ്രോഗ്രാം നടക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കാതോലിക്കൽ ഫ്ലാഗും റാലിയും ഈ കഴിഞ്ഞ 50 വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് നടക്കുന്നത്. നിങ്ങൾക്കറിയാം, മീഡിയ വഴിയും ഒക്കെ വളരെയധികം പ്രചരണത്തിന് കിട്ടുകയുണ്ടായി. വളരെയധികം ഫോൺ കോളും എനിക്ക് ലഭിക്കുകയുണ്ടായി. ഇതെന്താണ് ഇങ്ങനെ ഒരു സാഹചര്യം? സാഹചര്യം മറ്റൊന്നുമില്ല. ഇതിന് 2 പ്രധാന കാരണങ്ങളാണ് ഉള്ളത്. ഒന്ന്, ഞാൻ ഉൾപ്പെടുന്നതായ സെൻറ് ജോൺസ് ഇടവക അതിൻ്റെ കൂതാശി സംബന്ധിച്ചുള്ള കാര്യങ്ങളെ പറ്റി ചിന്തിച്ചപ്പോൾ ഞങ്ങളൊരു കാര്യം ഞങ്ങൾ ചിന്തിച്ചു. നമ്മൾ വന്ന വഴിയെ ഒന്ന് തിരിഞ്ഞു നോക്കുക. അതായത് യോഗേഴ്സ് സെൻറ് തോമസ് പള്ളിക്ക് നമ്മുടെ കൂതാശിയിൽ ഒരു മുഖ്യ റോൾ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ ചിന്തിച്ചപ്പോൾ അത് എങ്ങനെ ഏത് രീതിയിൽ അത് കൈകാര്യം ചെയ്യുമെന്നുള്ള ആ ചിന്തയിൽ നിന്നാണ് ഈ കാര്യം നമുക്ക് പ്രാപ്തിമാക്കാൻ കഴിയുന്നത്. രണ്ടാമതായിട്ട്, വളരെയധികം ഫോൺ കോൾ, ഞാൻ പറഞ്ഞല്ലോ, വളരെയധികം ഫോൺ കോളുകൾ വന്ന സമയത്ത് എനിക്ക് അവരോട് പറയാനുള്ള ഒന്നേ ഉള്ളായിരുന്നു. കാരണം ഈ പലർക്കും അറിയത്തില്ല ഈ യോഗേഴ്സ് പള്ളിയുടെ ചരിത്രം. ഞാൻ പറഞ്ഞ 2 കാരണങ്ങൾ. ഒന്ന്, ഞങ്ങളുടെ പള്ളിയുടെ വിഷയം. രണ്ടാമത്, മലങ്കര ഓർത്തഡോക്സ് സഭ ഇവിടെ ദേവാലയം സ്ഥാപിച്ചുകൊണ്ടാണ് സഭയുടെ പ്രവർത്തനം അമേരിക്കൻ ഐക്യനാടുകളിൽ തുടങ്ങിയത്. ഇവിടെ നിന്നാണ് ഏതാണ്ട് 100 ചില്ലാനം പള്ളികളും 2 ഭദ്രാസനങ്ങളും 2 അരമനകളും എല്ലാം ഉണ്ടായത്. ഇത് സത്യത്തിലൊരു വലിയൊരു ജനങ്ങളുടെ ഇടയിൽ ഒരു വലിയ ചിന്തയായിട്ടുണ്ട്. ഇന്ന് രാവിലെ പോലും വളരെയധികം ആൾക്കാർ വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്തു. ഇത് സാധാരണ ഇടപെടൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമല്ല, നിങ്ങളെങ്ങനെ ഇത് സാധിക്കുന്നു എന്നുള്ളത്. ഏതായാലും ഇങ്ങനെ ഒരു മഹത്കർമ്മത്തിന് ഞങ്ങൾക്ക് ഇതിന് അവസരം ഒരുക്കി തന്ന ബഹുമാനപ്പെട്ട ജനിയാച്ചനോടും ഈ ഇടപാടുകളോടുള്ള നന്ദി ഒറ്റവാക്കിൽ നിർത്തിക്കൊണ്ട് ഞങ്ങളുടെ ഭാവിയിലും ഇത് ഒരു മദർ ഡോട്ടർ ബന്ധം പുലർത്തി മുന്നോട്ട് പോകണമെന്നുള്ള താല്പര്യം വെച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു.
നമ്മുടെ സെമിനാരിയുടെ ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരി കോട്ടയം ഇവിടുത്തെ പ്രൊഫസറും ലിറ്റർജിയുടെ പ്രൊഫസറും ഇപ്പോൾ യേൽ യൂണിവേഴ്സിറ്റിയിലെ വിസിറ്റിംഗ് ഫെലോയുമായ ബഹുമാനപ്പെട്ട ബേബി വർഗീസ് അച്ഛനെ വിശുദ്ധ ദേവാലയ കൂദാശയുടെ പ്രാധാന്യത്തെപ്പറ്റി സംസാരിക്കുവാനായിട്ട് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യമാണ് വായിക്കുന്നത്. എപ്പിസോഡ് ഓഫ് സെന്റ് പോൾ ടു ദി കൊരിന്ത്യൻസ്, ഫസ്റ്റ് എപ്പിസോഡ് ഓഫ് സെന്റ് പോൾ ടു ദി കൊരിന്ത്യൻസ്, ചാപ്റ്റർ 3 വേഴ്സ് 16. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? അഭിവന്യ തിരുമേനി, വന്യ കൊറപ്പസ്കോപ്പാച്ചന്മാരെ, വൈദിക സഹോദരങ്ങളെ, ശമാശന്മാരെ, കർത്താവിൽ പ്രിയമുള്ളവരെ, മനോഹരമായ ഈ ദേവാലയത്തിൻ്റെ കൂദാശയിൽ സംബന്ധിക്കാൻ സാധിച്ചത് എനിക്ക് അതിയായ സന്തോഷമുണ്ട്. വളരെ മനോഹരമായ ഒരു ദേവാലയമാണെന്നുള്ളതിനെ സംബന്ധിച്ച് ആർക്കും സംശയമൊന്നുമില്ല. ഈ ഇടവകയിലെ ആളുകളുടെ സ്വപ്നത്തിൻ്റെയും അധ്വാനത്തിൻ്റെയും സാക്ഷാത്കാരമാണ്. ഇടവകയിൽ ഓരോരുത്തരും അതിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്നുള്ളത് യാതൊരു സംശയവുമില്ല. ഇത് നേതൃത്വം കൊടുത്ത ബഹുമാനപ്പെട്ട MD വർഗീസത്തിനെ പ്രത്യേകമായിട്ട് അനുമോദിക്കുകയും ചെയ്യും. ഞാൻ വായിച്ച വേദഭാഗത്തിൽ വിശ്വാസികളെയാണ് ദൈവത്തിൻ്റെ മന്ദിരം എന്ന് വിശുദ്ധ പൗലോസ് വിളിച്ചിരിക്കുന്നത്. അതായത് പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണ് ദൈവത്തിൻ്റെ ആലയം. പ്രാർത്ഥിക്കുന്ന ആളുകൾ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ ആഗ്രഹത്തിൻ്റെയും പ്രയത്നത്തിൻ്റെയും സാക്ഷാത്കാരമാണ് ഒരു ആരാധനാലയം എന്ന് പറയുന്നത്. ആദ്യത്തെ 300 വർഷങ്ങളിൽ ക്രിസ്തീയ സഭയുടെ ആരംഭകാലത്ത് പ്രത്യേകമായിട്ടുള്ള ആരാധന ആലയങ്ങൾ സഭയ്ക്ക് ഉണ്ടായിരുന്നില്ല. ഒരു അധികം അറിയപ്പെടാത്ത ഒരു വ്യക്തി, വിനീഷ്യസ് ഫെലിക്സ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ക്രിസ്തീയ വിശ്വാസം പറഞ്ഞിട്ടുണ്ട്, ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് വി ഹാവ് നോ ടെമ്പിൾസ്, വി ഹാവ് നോ ഓൾട്ടേഴ്സ്. ഞങ്ങൾക്ക് ദേവാലയങ്ങളില്ല, ഞങ്ങൾക്ക് ആൾത്താരകളുമില്ല എന്ന് പറയുന്നു. കാരണം എവിടെയെങ്കിലും ഒരുമിച്ച് കൂടി ദൈവത്തെ ആരാധിക്കുന്ന കൊച്ചു കൊച്ചു സമൂഹങ്ങളായിരുന്നു ആദ്യത്തെ നൂറ്റാണ്ടിൽ ക്രിസ്തീയ സഭയിൽ ഉണ്ടായിരുന്നു. ക്രമേണ വലിയ ദേവാലയങ്ങൾ ഉണ്ടായപ്പോൾ അതിന് പ്രത്യേകമായിട്ടുള്ള ശുദ്ധീകരണത്തിൻ്റെ ശുശ്രൂഷകളുണ്ടായി. ആദ്യകാലത്ത് ദേവാലയ ശുദ്ധീകരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് എന്ന് പറയുന്നത് വിശുദ്ധ കുർബാന അർപ്പിക്കുക എന്നത് മാത്രമായിരുന്നു. ക്രമേണ അതിന് അല്പം കൂടി വിപുലമായ ചടങ്ങുകൾ സഭ ഓരോ ഭാഗത്തും ക്രമീകരിച്ചു. കത്തോലിക്ക സഭയിൽ, ലത്തീൻ സഭയിലും ഗ്രീക്ക് സഭയിലും പലപ്പോഴും ഒരു ദേവാലയത്തിൻ്റെ ശുദ്ധീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഏതെങ്കിലും ഒരു വിശുദ്ധൻ്റെ തിരുശേഷിപ്പ് അതിൽ അൾത്താരയിൽ സ്ഥാപിക്കുന്ന രീതി ഉണ്ടായിരുന്നു. ആദിമ നൂറ്റാണ്ടുകളിൽ ഏതെങ്കിലും ഒരു രക്തസാക്ഷിയുടെ കബറിടത്തിൽ ദേവാലയം പണിയുന്നതിൻ്റെ തുടർച്ചയായിട്ടാണ് അങ്ങനെ ഉണ്ടായത്. ആ പാരമ്പര്യത്തിൽ നിന്നാണ് നമ്മൾ പള്ളികൾക്ക് ഏതെങ്കിലും വിശുദ്ധൻ്റെ നാമം നമ്മൾ നൽകുന്നത്. ഒരു വിശുദ്ധൻ്റെ നാമത്തിൽ ദേവാലയം സ്ഥാപിക്കുന്നതിന് പിന്നിലുള്ള പശ്ചാത്തലം ഇതാണ്. അതിന് ഒരു ചെറിയ വേദപുസ്തക അടിസ്ഥാനവുമുണ്ട്. വെളിപാട് പുസ്തകം 6-ാം അധ്യായം 9-ാം വാക്യത്തിൽ വിശുദ്ധ യോഹന്നാൻ ദർശനത്തിൽ അറുക്കപ്പെട്ടവരുടെ വിശ്വാസത്തിന്റെ പേരിൽ രക്തസാക്ഷികളായവരുടെ ആത്മാക്കളെ ദേവാലയത്തിലെ ബലിപീഠത്തിന്റെ കീഴിൽ കണ്ടതായിട്ട് പറയുന്നു. ആ ഒരു പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ രക്തസാക്ഷികളുടെ കബറിടത്തിൽ ദേവാലയങ്ങൾ പണിയുന്ന ആ സമ്പ്രദായം സഭ ആരംഭിച്ചു. എന്നാൽ ദേവാലയത്തിനുള്ളിൽ, പ്രത്യേകിച്ച് അൽത്താരയിൽ, ഒരിക്കലും ക്രോസിൽ ഏതെങ്കിലും വിശുദ്ധന്റെ
വെക്കുന്ന രീതിയില്ല. പുതുതായ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് വിലക്കുകയും ചെയ്യും. എന്നാൽ ഈ പള്ളി കൂടാശിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് എന്ന് പറയുന്നത് പരിശുദ്ധ മൂർവൻ കൊണ്ട് ദേവാലയത്തിൽ പുതിയടയാളം വരച്ച് ശുദ്ധീകരിക്കുന്ന ആ സംഗതി. നമുക്ക് അറിയാവുന്നതുപോലെ മൂർവൻ അഭിഷേകം സാധാരണഗതിയിൽ മാമോദീസയിലാണ് നടത്തുന്നത്. അപ്പോൾ മാമോദീസയിലെ ചടങ്ങും ഒരു ദേവാലയത്തിന്റെ ശുദ്ധീകരണവും തമ്മിൽ ചെറിയ ഒരു സാമ്യമുണ്ട്. കാരണം മാമോദീസയിൽ ഓരോ വിശ്വാസിയും ദൈവത്തിന്റെ ജീവനുള്ള ആലയങ്ങളായിട്ട് ശുദ്ധീകരിച്ച് പ്രതിഷ്ഠിക്കുകയാണ്. അതേ രീതിയിൽ കല്ലിലും മണ്ണിലുമുള്ള ഒരു ദേവാലയത്തെ ദൈവത്തിന്റെ ആരാധനയ്ക്കായിട്ട് സമർപ്പിക്കുന്നു എന്നുള്ള ആ വിശ്വാസത്തിലാണ് നമ്മൾ പരിശുദ്ധ മൂർവൻ ഉപയോഗിക്കുന്നത്. എന്നാൽ കത്തോലിക്ക സഭയിൽ ഒരു കാലത്ത് ഈ ക്രോണോസ് വെള്ളം കൊണ്ട് കഴുകുകയും അതിനുശേഷം മൂർവൻ കൊണ്ട് അഭിഷേകം ചെയ്യുകയും ചെയ്തിട്ട് ആ തിരുവസ്ത്രങ്ങൾ ക്രോണോസ് അണിയിക്കുന്ന രീതിയുണ്ടായിരുന്നു. മാമോദീസയുമായിട്ടുള്ള സാമ്യത്തെയാണ് പ്രത്യേകമായിട്ട് കാണിക്കുന്നത്. നമ്മുടെ സുറിയാനി സഭയിലെ പള്ളി കൂടാശിക്ക് 3 ഭാഗങ്ങളാണുള്ളത്. ആ 3 ഭാഗങ്ങളിൽ ആദ്യത്തെ ഭാഗമാണ് ഇന്ന് വൈകിട്ട് നടക്കുന്നത്. അതിന് ഒരു കല്ലിടീലിന്റെ ചടങ്ങ് എന്നാണ് ചടങ്ങിൽ പറയുന്നത്. അത് ചില സന്ദർഭത്തിൽ ദേവാലയത്തിന്റെ പുതിയ ദേവാലയം പണിയുമ്പോൾ അതിന്റെ ശിലാസ്ഥാപനത്തിന്റെ ഭാഗമായിട്ട് അത് നടത്താറുണ്ട്. അത് പ്രത്യേകമായിട്ട് അങ്ങനെ ഒരു വിപുലമായ ശിലാസ്ഥാപനം നടത്തിയിട്ടില്ല എങ്കിൽ പള്ളി കൂടാശിയുടെ ആദ്യത്തെ ഭാഗമായിട്ട് ഈ കല്ലിടി ചടങ്ങ് തന്നെ നടത്തുന്നു. അവിടെ 12 കല്ലുകൾ പ്രത്യേകമായിട്ട് എടുത്ത് വാഴ്ത്തി മൂർവൻ കൊണ്ട് അത് അഭിഷേകം ചെയ്തിട്ട് ദേവാലയത്തിന്റെ ക്രോണോസിലും സൈഡിലുള്ള ക്രോണോസ് അവിടെയും പള്ളിയുടെ മധുബഹായുടെ വശങ്ങളിലും സ്ഥാപിക്കാറുണ്ട്. അതിന് പിന്നിലുള്ള പാരമ്പര്യം ഇതാണ്. 12 അപ്പോസ്തലന്മാരെന്ന് പറയുന്ന ആ ജീവനുള്ള കല്ലുകളിൽ മേൽ സഭയെ സ്ഥാപിച്ചിരിക്കുന്നു എന്നുള്ള ആ ഒരു അർത്ഥമാണ് അതിന് പിന്നിലുള്ളത്. ഈ ദേവാലയ കൂദാശയുടെ അവശേഷിക്കുന്ന 2 ഭാഗങ്ങൾ നാളെയാണ് നടക്കുന്നത്. അതിൽ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ത്രോണോസിന്റെ ശുദ്ധീകരണമാണ്. അവിടെ ത്രോണോസിൽ പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞതുപോലെ പരിശുദ്ധ മൂർവൻ കൊണ്ട് ത്രോണോസ് അഭിഷേകം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ത്രോണോസിൽ തബലേത്ത എന്ന് പറയുന്ന ഒരു പലകയുണ്ട്. നമ്മൾ തബലേത്ത, അത് ടാബ്ലറ്റ് എന്ന് പറയുന്ന വാക്കിൽ തന്നെ ഉണ്ടായതാണ്. ഇന്ന് ടാബ്ലറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്കാണ്. അതായത് ഒരു കല്ലിലോ തടിയിലോ ഉള്ള പ്രത്യേകം പ്രാർത്ഥിച്ച് ശുദ്ധീകരിച്ച തബലേത്തിലാണ് കാസായും വിലാസയും വെച്ച് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്. അത് എല്ലാ അപ്പോസ്തലിക സഭകൾക്കും പൊതുവായിട്ടുള്ള പാരമ്പര്യമാണ്. ഒരു പക്ഷേ നിങ്ങൾ ചിന്തിച്ചേക്കാം, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നമ്മൾ ആരാധനയ്ക്ക്, വിശുദ്ധ കുർബാനയ്ക്ക് ഏറ്റവും പരമമായ പ്രാധാന്യം നൽകുന്നത് കൊണ്ടാണ് ദേവാലയ ശുദ്ധീകരണത്തിന് ഇത്രയധികം പ്രാധാന്യം നൽകുന്നത്. ഒരു ദേവാലയം ഉദാശി ചെയ്ത് കഴിയുമ്പോൾ അത് വിശുദ്ധ കുർബാന അർപ്പണത്തിനും ആരാധനയ്ക്കും വേണ്ടി അല്ലാതെ മറ്റൊരു കാര്യങ്ങൾക്കും ഉപയോഗിക്കാറില്ല. സഭയുടെ പാരമ്പര്യത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ദേവാലയത്തിനകത്ത് വെച്ച് യാതൊരു പാർട്ടികൾ നടത്താൻ പാടില്ല, ഭക്ഷണപാനീയങ്ങൾ കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രമായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. ആരാധനയ്ക്ക്, പ്രാർത്ഥനയ്ക്ക് പുരാതന സഭകൾ എന്ന് പറയുമ്പോൾ കത്തോലിക്ക സഭയും ഓർത്തഡോക്സ് സഭകളും എത്രമാത്രം പ്രാധാന്യം നൽകുന്നു എന്നാണ് ഈ ചടങ്ങ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഭാഗത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു, കല്ലിടലിന്റെ ശുശ്രൂഷ. രണ്ടാമത്തെ ഭാഗത്തില് മധുബഹായുടെ ശുശ്രൂഷ, പ്രത്യേകിച്ച് ത്രോണോസിന്റെ കൂദാശ. മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് മധുബഹായും അതോടൊപ്പം തന്നെ ഈ ദേവാലയത്തിന് ഉൾവശവും കൂദാശ ചെയ്യുന്ന രീതിയാണ്. ഏറ്റവും അവസാനമായിട്ട് സ്തീവ ആഘോഷം നടത്തി ഈ ശുശ്രൂഷ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ഈ ദേവാലയം ശുദ്ധീകരിക്കുമ്പോൾ ഈ കല്ലും മണ്ണും കൊണ്ടുള്ള ഈ കെട്ടിടം മാത്രമല്ല ശുദ്ധീകരിക്കപ്പെടുന്നത്, ഈ ഇടവകയിലെ ഓരോ വ്യക്തിയും ശുദ്ധീകരിക്കപ്പെടുകയാണ്. ദൈവത്തിൻ്റെ ജീവനുള്ള മന്ദിരങ്ങളായിട്ട് നമ്മൾ ദൈവത്തിൻ്റെ ജീവനുള്ള മന്ദിരങ്ങളായിത്തീരുന്നത് ദൈവം നമ്മൾ വസിക്കുമ്പോഴാണ്. ദൈവം നമ്മൾ വസിക്കുന്നത് എപ്പോഴാണ്? നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ്. ഒരു ചെറിയ പ്രാർത്ഥനയാണെങ്കിലും ആ പ്രാർത്ഥനയ്ക്ക് അതിയായ ശക്തി, ദൈവമേ എന്നുള്ള ഒരു ചിന്ത പോലും ഒരു തീവ്രമായ ഒരു പ്രാർത്ഥനയാണ്. അപ്പോൾ പ്രാർത്ഥനയുടെ അതിൻ്റെ ക്വാണ്ടിറ്റിയേക്കാൾ പ്രധാനമായിട്ടുള്ളത്
ക്വാളിറ്റിയാണ്. ഇനി ഈ ദേവാലയം ശുദ്ധീകരിക്കുമ്പോൾ ഈ ഇടവകയിലെ സംബന്ധിക്കുന്ന ഓരോരുത്തരും ഞങ്ങൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ ജീവനുള്ള ആലയങ്ങളായി തീരും എന്നുള്ള ഒരു പ്രതിജ്ഞത കൂടി എടുക്കുകയാണ്. ഈ ദേവാലയത്തിൻ്റെ ശുദ്ധീകരണം ഈ പ്രാർത്ഥനയ്ക്ക് ശുദ്ധീകരിക്കപ്പെടുമ്പോൾ അതോടൊപ്പം തന്നെ ഈ ഇടവകയിലെ ഓരോ ഭവനവും ദൈവത്തിൻ്റെ ആരാധനയ്ക്ക് വേണ്ടി വേദനിക്കപ്പെടണം. ഓരോ ഭവനവും ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള പ്രാർത്ഥിക്കുന്ന ഓരോ ആലയങ്ങളായി തീരണം. അങ്ങനെയാണ് നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ മഹത്വത്തിന് യുക്തമായി തീരുന്നത്. അത്തരത്തിലുള്ള ഒരു ജീവിത ശൈലി അവലംബിക്കുവാൻ ദൈവം നമുക്കിടയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. കുറിച്ച് വളരെ വിശദമായിട്ട് സംസാരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇതിലേക്ക് ഞാനൊന്നും കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല. But remember one thing, what he said, that's the key thing. It's not merely about the building we are consecrating. Make sure that this is a reconsecration of each and every one of you. It's a reminder to you that we are the temple of God, each one of us. So as we consecrate this building, so it is a rededication of ourselves, seeking God's blessings, that let us be for making us deserving for this privilege. So that is something that we need to remember. I see that the songs and all the liturgy is shown here. ഈ പല പാട്ടുകളും നമ്മൾ പലതും കേട്ടിട്ടുള്ളതാണെങ്കിലും ദയവ് ചെയ്ത് കാണുന്ന അതുപോലെ ചാടി കയറി പാടരുത്. So we have assigned people here to sing. If you want to join, make sure that you sing with them. In paladam there are so many songs which we have different familiar tunes. So there are specified tunes for these songs, even when they are very popular, which one we are repeatedly using in other liturgical contexts. So there are specific tunes according to which it need to be sung. So make sure that if you are joining the singing, follow the lead that the achans who are assigned to do this are leading. At the same time, with regard to the organs, I know they are excellent players. Please avoid using organ for today and tomorrow. Please continue to use it later so that everything will go according to your plan. And another thing, in the booklet you have, or here, you might find that some of the stanzas are being skipped. We have a very long service which was intended for a very long service. We are trying to be concise about it. So some of the stanzas which are meant to be meditation for a longer time is being eliminated. So the ones who are leading the choir will be selecting few. So it is not that they have forgotten there are other stanzas. So the congregation need not jump in and start singing those things. And also make sure that each one enjoy the service. And another request to the photographers and videographers, you are welcome to do your job, but make sure that you don't become a distraction for the congregation. And even though we are recording it for posterity, the ones who are here to witness this service today and tomorrow are more important than people who are trying to watch it in a DVD day after tomorrow. So make sure that when you do videography or photography, you don't become an obstruction to the congregation who are here to participate in the service. And overall, make sure that your presence is discreet. May God bless us all. Let us begin the service.
And you sanctify them with the sign of the Holy Cross. May this become your house in order for you to dwell in here. May we offer, Lord, your sacrifices and your prayers in this place. May your holy name be blessed in this place. Our Lord and God, now always and forever. Osho, Babakura, Subat, Rolme. Yeah.
പരിശുദ്ധ സ്വർഗീയ സൈന്യങ്ങളുടെ കാവലിൽ ജാഗ്രതയും അതിനെ ചുറ്റുമാറാകണമേ. അങ്ങനെ അതിന്റെ മറ്റുള്ള സംഘത്തിൽ സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്തുകൊണ്ട് അവൾ നിനക്ക് പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി പാടുമാറാകണം. ഓശോ Hallelujah.